നല്ല ഐശ്വര്യമുള്ള സ്കൂട്ടർ കഷ്ടമായി പോയി. ആനന്ദേട്ടനെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം നിന്റെ മുഖത്ത് നല്ലപോലെ ഉണ്ട്. പോട്ടടാ, നീ വിഷമിക്കണ്ടേ. കൊറോണ വന്ന് ദിനം പ്രതി എത്ര എണ്ണമാ ലോകത്ത് ചത്തോണ്ടിരിക്കുന്നത്. ഇപ്പോ കാറ്റത്ത് നാട്ടുമാങ്ങ പഴുത്ത് വീഴുന്ന പോലെയാ മനുഷ്യൻ ചത്തോണ്ടിരിക്കുന്നത്. ഇന്നലെ കാണുന്നവനെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. പക്ഷെ ആനന്ദേട്ടൻ ഇങ്ങ് വരും. വെറുതെ കല്യാണിയോട് വഴക്കിട്ട് പോയതല്ലേ, ആ പിണക്കം മാറുമ്പോ ഇങ്ങോട്ട് വരും. വഴക്കിട്ട് പോയെന്നോ? ഇതാര് പറഞ്ഞു? ഇല്ലാത്തൊന്നും പറയരുത് കേട്ടോ. അപ്പൊ വഴക്കിട്ട് പോയതല്ലേ? ഞാൻ കരുതി വഴക്കുണ്ടാക്കി പോയതായിരിക്കുമെന്ന്. ജീവിത ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാവുമ്പോ ആരും വഴക്കുണ്ടാക്കി പോവും. കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ കല്യാണിക്കൊരു സാരിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ആനന്ദേട്ടനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഏത് ദാരിദ്ര്യം പിടിച്ചവനും ഇപ്പൊ ഹണിമൂണിന് കുളു മണാലിയിലും സിംഗപ്പൂരിലും ഒക്കെ പോകുന്ന കാലവാ. ഇത് കല്യാണം കഴിഞ്ഞ് കല്യാണിയും കൊണ്ട് എവിടെയെങ്കിലും ഇതുവരെ പോയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു സിനിമയ്ക്കെങ്കിലും. കല്യാണിക്ക് ദേഷ്യം വരാതിരിക്കോ? അവളെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കല്യാണി ഒരു പെണ്ണല്ലേ? അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിച്ച ഇങ്ങനെയൊക്കെ തന്നെയാ അനിയൻ കൂട്ടാ. കല്യാണത്തിന് മുന്നേ അതും ഇതൊക്കെ പറയും, കല്യാണത്തിന് ശേഷം ഇതൊക്കെ തന്നെയാ. പാവം കല്യാണി ഒരുപാട് മോഹങ്ങളോടെയൊക്കെ ആയിരിക്കും ഈ കല്യാണം കഴിച്ചത്. വിദേശത്ത് ഹണിമൂണ്, ബെൻസ് കാറിലെ യാത്ര, പദവിയും അംഗീകാരവും ഒക്കെ മോഹിച്ചിട്ടുണ്ടാവും പാവം. അപ്പോഴാ ഒരു സുപ്രഭാതത്തിൽ ആനന്ദേട്ടൻ എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രനാരായണനാവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഒരു പെണ്ണിന് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റും? അതേ ചൊല്ലിയായിരിക്കുമല്ലേ ആദ്യം വഴക്കുണ്ടായത്. ചേച്ചിയും വലിയ തമ്മിൽ വഴക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? ചൂടാവാതടാ. കല്യാണി അകത്തുണ്ടോ? കല്യാണി എന്താടാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പോലത്തെ വഷളത്തരങ്ങളും എല്ലാം പറഞ്ഞ് എന്റെ ചേച്ചി വിഷമിച്ചുണ്ടല്ലോ, ഈ മുട്ടുകിന് ഞാൻ തല്ലി പിടിക്കും. പോടാ അവിടുന്ന്. ചുമ്മാ പറയല്ലേ, പോ. ഇവിടം തൊട്ട് അങ്ങോട്ട് അഭിനയ ശൈലി മാറ്റിപ്പിടിക്കണം. വിരഹദുഃഖത്തിൽ നിൽക്കുന്ന കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ശോക അഭിനയിക്കണം. അന്ന് അമ്മൂമ്മ ചത്തു കിടന്നപ്പോ ആളുകളുടെ മുന്നിൽ ഞാൻ കരയാൻ പെട്ട പാടെ. ശോകം. ശ്രമിക്കാം. കല്യാണി, 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 കല്യാണി. കല്യാണി, എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. അല്ലെങ്കിലും എനിക്ക് ദുഃഖം വരുമ്പോ അങ്ങനെയാ, വാക്കുകൾ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങും. ഒരുമാതിരി മീമുള്ള തൊണ്ടയിൽ കുടുങ്ങി കയറുന്ന പോലെ. കല്യാണി, ആനന്ദേട്ടനെ കാണാതായ സമയം മുതൽ ഞാൻ നിന്നെ കാണാൻ വരണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വരുന്നത് ശവത്തിൽ കുത്താനാണോന്ന് എങ്ങാനും നിങ്ങൾ വിചാരിച്ചാലോ എന്ന് കരുതി എന്റെ മനസ്സങ്ങ് മടിച്ചു. എന്റെ പൊന്നു കല്യാണി, ഞാനിപ്പോ വന്നത് നിന്റെ ശത്രുവായിട്ടല്ല, നിന്റെ കണ്ണുനീര് കണ്ട് ആനന്ദിക്കാനോ അല്ല. ആനന്ദേട്ടനൊന്നും വിളിച്ചതുപോലും ഇല്ല അല്ലേ? വിളിച്ചു കാണില്ല, എനിക്കറിയാം. വിഷമിക്കണ്ട കല്യാണി, ആനന്ദേട്ടൻ ഈ ജീവിതം അടുത്ത് കാണും. അതുകൊണ്ടാ നിന്നോട് പോലും പറയാതെ മുങ്ങിയത്. അതല്ല, ഇനി ശത്രുക്കൾ ആരെങ്കിലും പിടിച്ച് മുക്കിയതാണെങ്കിൽ മൂന്നാം പക്കം നോക്കിയാ മതി. ഞാനും അന്വേഷിക്കുന്നുണ്ട് കല്യാണി. പത്രത്തിലെ ചരമകോളം മുഴുവൻ ഞാൻ അരിച്ചു പറക്കി വായിക്കുന്നുണ്ട്.
വല്ല അജ്ഞാത ശവശരീരമോ തിരിച്ചറിയാനാവാത്ത വിധത്തില് നിർത്തടി. നീ ഏടാടി മൂദേവി? ഞാൻ ശ്രീദേവി അല്ല ജയന്തി. നിങ്ങളാരാ? ഞാനോ വനദുർഗ. ഈശ്വര, വനദുർഗയോ? ഏതാടി ഈ അവലക്ഷണം കെട്ടവള്? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ തൃച്ചംബരത്തതാ. നീ ഏത് കൊമ്പത്തെ ആണെങ്കിലും ഈ ഓപ്പൺ അമ്മയ്ക്ക് പുല്ലാണ്. ഒരു വീട്ടിലേക്ക് കയറി വരുന്നതും പെരുമാറുന്നതൊക്കെ എങ്ങനെയാണോടി? നീ ആരാ വളർത്തിയത്? നിനക്ക് വീടും കുടുംബമൊന്നുമില്ലേ? ഓപ്പളമ്മേ, ഇത് തൃച്ചംബരത്തെ വിലാസിനി മേഡത്തിന്റെ. ഓ, ഇത്തൽ കണ്ണി. തൃച്ചംബരത്തെ ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടി. നീ കെട്ടാനിരുന്ന ചെറുക്കനെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുപോയവളല്ലേ ഇവള്? നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാ ഞാൻ. ദേ, അപമാനിക്കാൻ ശ്രമിച്ചാവുണ്ടല്ലോ. ആ, നീ എന്ത് ചെയ്യും? ഞാനൂല് നീക്കൊക്കെ മാന്യത ഉണ്ടോടി? ഞാനാ ശൂന്യ മറത. കണ്ടവരുടെ വീട്ടിലെ ഓടയിലൂടെ ഒഴുകിപ്പോയ ഏതോ ബന്ധം പറഞ്ഞ് കയറി കൂടിയിരിക്കുക. നാണം കെട്ടവള്. തിന്നു മുടിപ്പിക്ക. അശ്രീകര ജന്മം. അവളുടെ ഒരു കോലം കണ്ടില്ലേ? നീ ആരാ? അരയനപ്പെടയോ? അതോ വാതത്താറാവോ? അതോ ദേവലോക രംഭയോ? കിളവി, എന്റെ സ്വഭാവം മാറിയുണ്ടല്ലോ. കിളവിയാ? ആരാണ് നിന്റെ കിളവി? ഓപ്പളമ്മേന്ന് വിളിക്കടി. എടി വിളിക്കാൻ. ഓളപ്പമ്മ. എന്തമ്മാന്ന്? കല്യാണി. ഓപ്പളമ്മേ, മാറി നിൽക്കണേക്കോട്ട്. ഇവളെ കണ്ടപ്പം മുതൽ എന്റെ പെരുവിരൽ തൊട്ട് ഉച്ചി വരെ ഒരു പെരുവിരപ്പ് തുടങ്ങിയതാ. അവള് സഹതപിക്കാൻ വന്നിരിക്കുന്നു. തൃച്ചംബരത്തെ ഒരു കൊച്ചുവച്ചമ്മ. ഇന്ന് ഞാൻ അയ്യോ അയ്യോ ചൂല്. കല്യാണി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. കല്യാണി, ചാണകവെള്ളം ഉണ്ടെങ്കിൽ മുറ്റം തെളിച്ചേരെ. ഈ വക ജന്തുക്കളെയൊക്കെ കണി കണ്ടാൽ അന്നത്തോടെ തീർന്നു. ഇളയച്ച, എനിക്കിപ്പം നഷ്ടപ്പെടാൻ ബാക്കിയുള്ളത് കുറച്ച് ജീവശ്വാസം മാത്രം. ഉറക്കവും വിശപ്പും എല്ലാം നഷ്ടപ്പെട്ടു. കാഴ്ച വരെ മങ്ങിയ ഒരവസ്ഥയിലാണ് ഞാനിപ്പോ. എനിക്കവനെ വേണം. എല്ലാം അവൻ എന്റെ മകനാ, എന്റെ ലോകമായി ഇളയച്ച അവൻ. എനിക്ക് ഇളയച്ചനെ കാണണം. ഇളയച്ചനിപ്പോ എവിടെയാ? എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ച ഒരു സമാധാനപരമായ മരണത്തിന് ഞാൻ കാശിയിലേക്കോ രാമേശ്വരത്തേക്കോ വരില്ല. എന്റെ മകൻ ആളിക്കത്തിയ പട്ടടയിൽ സ്വയം കത്തിയമരും. അതേ ഇളയച്ച, തൃച്ചംബരം തറവാട്ടിൽ ആദ്യമായി പരാജിതയാകപ്പെട്ട ഒരമ്മയുടെ ആത്മബലിദാനം എനിക്ക് പറയാൻ മറ്റാരുമില്ല. എല്ലാവരും ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പ്രതിക്കൂട്ടി കയറ്റിയിരിക്കുക. താലി കെട്ടിയ ഭർത്താവടക്കം. എന്തിന്? സ്വയം കണ്ണാടിയിലേക്ക് നോക്കിയ എന്റെ പ്രതിബിംബം തന്നെ ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് വിളിച്ചു പറയുന്ന പോലെ. ഇളയച്ചൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. 100 മക്കളും ജീവനറ്റ് കിടന്ന കുരുക്ഷേത്ര ഭൂമി എന്ന ചോരക്കളത്തിന് നടുവിലെത്തി ആദ്യമായി കണ്ണിലെ കെട്ടഴിച്ച് സ്വയം തകർന്നു നിന്ന ഗാന്ധാരിയുടെ അവസ്ഥയാ ഇന്നെനിക്ക്.
ഒന്ന് കണ്ണടച്ചാൽ ചുറ്റും കാതു പൊട്ടുന്ന നിലവിളികളാ. ഇളയച്ചൻ എത്തണം. ഇളയച്ചൻ എനിക്ക് കണ്ടേ മതിയാവും. പിടിവാശികളുടെ ഇടയിൽ സ്വന്തമായുള്ളത് എന്നേക്കുമായി അകന്നു പോകുമ്പോഴേ നഷ്ടത്തിന്റെ ആഴമറിയാൻ കഴിയും. ഗാന്ധാരി എന്ന ആ അമ്മ വിചാരിച്ചിരുന്നുവെങ്കിൽ ഹസ്തിനപുരത്ത് ആ യുദ്ധമുണ്ടാകില്ലായിരുന്നു. പിടിവാശിയും അധികാരഭ്രമവും ഹസ്തിനപുരിയെ തകർത്തതുപോലെ പാരമ്പര്യവും കുടുംബമഹിമയും തൃച്ചംബരത്തിന്റെ തൂണുകളെ ഇളക്കി തുടങ്ങി. ഇനി അത് പാടെ നിലംപതിക്കാൻ അല്പം ദൂരം മാത്രം. നീ അവിടെ ആരെ കണ്ടെന്നാ പറയുന്നേ? ഉളപ്പമ്മ. ഒളപ്പമ്മയോ? അല്ല, ഈ നട്ടുച്ചയ്ക്ക് നീ എന്ത് കണ്ട് പേടിച്ചെന്നാ ഈ പറയുന്നേ? ആന്റി, ഞാൻ പറഞ്ഞില്ലേ അവിടെ കല്യാണിയും അനിയും കുട്ടനും മാത്രമല്ല. പിന്നെ പിന്നെ ആര്? ഉളപ്പമ്മാന്ന്. ദേ, കൈ നീട്ടി ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ആന്റി, സത്യവാ, ഉളപ്പമ്മ. എടി, നീ അവിടെ കല്യാണിയെ കാണാൻ പോയതല്ലേ? എന്നിട്ട് കല്യാണിയെ കണ്ടോ? അത് പറ. ആ, കണ്ടു. അല്ല, അവളുടെ മുഖത്ത് ആനന്ദിനെ കാണാത്തതിന്റെ ദുഃഖം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടാന്റി. അവളുടെ മുഖം മുഴുവൻ ദുഃഖം തളം കെട്ടി നിൽക്കുക. അവളോട് സംസാരിച്ചോ നീ? അല്ല, അവക്കാരേലും സംശയമുണ്ടോ? ആന്റി, ഞാൻ അവളുടെ പക്ഷം പിടിച്ചു നിന്ന് എല്ലാം ചോർത്തിയെടുക്കാനല്ല അവിടെ പോയത്. ആ, പക്ഷേ ഞാൻ അതിനുള്ള ശ്രമം അങ്ങ് ആരംഭിച്ചപ്പോഴേക്കും എവിടുന്നോ ഒരു ഭദ്രകാളിയെ പോലൊരു സാധനം വന്നു. ഭദ്രകാളിയെ പോലൊരു സാധനോ? ആര്? അയ്യോ, അതല്ലേ ആന്റി ഞാൻ പറഞ്ഞു വരുന്നത്. ഉളപ്പമ്മയെന്നോ ഉളപ്പമണ്ണെന്നോ മറ്റെന്തോ ആണ്. ഇപ്പൊ ഉളപ്പമണ്ണയായോ? എടി, ഉളപ്പമണ്ണ ഒരു കവിയാ. കവിയായാലും പാട്ടുകാരിയായാലും ഇത് ഒന്നൊന്നര സാധനവാ. അവരെ നമ്മുടെ മൊത്തം പ്ലാനും പൊളിച്ചു. നീ ഇപ്പൊ ഇത് ആരെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നേ? അയ്യോ ആന്റി, ആന്റിക്ക് ചെവി കേക്കില്ലേ? ഇടത് ചെവിയാണോ വലത് ചെവിയാണോ? ഉളപ്പമാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരു ഭൂതന. ഭൂതനയോ? ആന്റി, സത്യമോ ആന്റി? അവര് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. പക്ഷേ എന്റെ പേര് പറഞ്ഞപ്പോഴേക്കും അവർക്ക് എല്ലാം അറിയാം. ആ, എന്റെ ജാതകം വരെ അവര് പറഞ്ഞു. ആന്റി, വിലാസിനെ ആന്റി അവർക്ക് നന്നായിട്ട് അറിയാം. ആന്റി, ആന്റി ശകുനിക്ക് മന്ദരയിൽ ജനിച്ചതാണെന്ന് ആൾക്കാര് പറയുന്നുണ്ടെങ്കിലും ഇത് അതിലും വലിയ സാധനം ആന്റി. എന്റെ കൈവാക്കിന് വല്ല ഓലമടലും കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ സാധനത്തിന് കൊന്നേനെ. അവസാന നിമിഷം വരെ ഞാൻ കരുതിയത് ഞാൻ വാങ്ങിച്ച് കെട്ടുന്നു. ജസ്റ്റ് മിസ്സിലാ ഞാൻ രക്ഷപ്പെട്ടത്. അയ്യോ, എന്തോ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്ന ആന്റി. അല്ലെങ്കിൽ എന്റെ ദൈവമേ. ഹലോ. എന്നാലും ആ, സഹദേവേട്ടാ, എന്താ വിശേഷം? അന്നത്തെ പാസഞ്ചർ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു പേരില്ലേ? ആ, ശരി.
ആ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ശരി, ഞാൻ വിളിക്കാം സഹദേവേട്ടാ. ഇവരെന്താ ഇവിടെ? ആന്റി, അവരിത് ആര്? ആന്റിയെ ഉളപ്പം മണ്ണയില്ലേ, അവർ ഇതിനകത്തോട് കയറിപ്പോയി. എടി, എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, കാര്യമായി നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അയ്യോ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണാത്ത ആരെയോ നീ കണ്ടു. ഇത് വേറെന്തോ പ്രശ്നോ? അതെ, നീ ഏതായാലും ഇനി അധികം വെയിൽ കൊള്ളണ്ട. ആന്റി, ദേ ഒരുമാതിരി എന്നെ കളിയാക്കല്ലേ. ആന്റിക്ക് വേണ്ടിയ ഈ ത്യാഗം മൊത്തം ഞാൻ സഹിച്ചത്. ഏ, ത്യാഗോ? ആ ഈശ്വര, ഇത് കൈവിട്ടു പോയി. ആന്റി വാ, ഞാൻ കാണിച്ചുതരാം. വാ എടി, വാ. എനിക്ക് അങ്ങോട്ടൊന്ന് കേറാമോ? വരൂ. മാഡത്തിന് എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ടു മറന്ന മുഖം. അഖിലെ, മനസ്സിലല്ലേ നിനക്ക്? ദാസിന്റെ ഓപ്പോളാ. ഓ, ദാസേട്ടന്റെ ഓപ്പോളോ? ഓപ്പോളോ? ഇരിക്കൂ. വേണ്ട. ഇരിക്കേ. ദാസ് ഇവിടുത്തെ വെറും ഒരു ഡ്രൈവർ അല്ല, തൃച്ചംബരത്തെ ഒരാളാ. ദാസിന്റെ ഓപ്പോൾ ഇരിക്കേ. കുഞ്ഞിന്റെ പേരെന്താ? നന്ദന. മക്കളൊക്കെ? മക്കളൊക്കെ 2 ആമ്പിള്ളേരായിരുന്നു, 2 ഡോക്ടർമാർ. ഒരുത്തൻ ഓസ്ട്രേലിയയിൽ അങ്ങ് തങ്ങി, ഇളയവനിപ്പോ അച്ചി വീട്ടിലാണ്, അങ്ങ് കാഞ്ഞങ്ങാട്. അവനും ഡോക്ടറാ, അവളും ഡോക്ടറാ. ദാസേട്ടൻ അദ്ദേഹം സുഖായിരിക്കുന്നു? ചത്തിട്ടില്ല, പക്ഷേ ചത്തതിനൊപ്പമേ ജീവിച്ചിരിപ്പു എന്ന മട്ടിൽ നാട്ടിലുണ്ട്. ആ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമാണ്. അവൻ എന്ത് തെറ്റാ ഈ തൃച്ചംബരത്തോട് ചെയ്തത്? ദാസേട്ടൻ തെറ്റ് ചെയ്തതായി ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആരാ തൃച്ചംബരത്തോട് തെറ്റ് ചെയ്തത്? അവന്റെ മകൾ കല്യാണിയോ? അല്ല, അവളെന്തോ മഹാ അപരാധം ചെയ്തതുപോലെയാണല്ലോ ഞാൻ വന്ന് കയറിയപ്പോൾ മുതൽ കേൾക്കുന്നത്. എട്ടും പൊട്ടും തിരിയാതെ ചൊല്ലുവിളിക്ക് വളർന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു കല്യാണി. അവളെ മാഡവും മാഡത്തിന്റെ മകനും കൂടി ചേർന്ന് ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മാഡത്തിന് നിഷേധിക്കാൻ പറ്റുമോ? ആഹാ, ദേ, എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ചേച്ചിയോട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ പ്രായമൊന്നും ഞാൻ നോക്കില്ല. കൊള്ളാലോ ഇത്. കുഞ്ഞുമോളെ, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ വെറുതെ കയറി ഇടങ്ങേറുണ്ടാക്കാൻ നിൽക്കരുത്. പടക്കിടയിൽ കൊട വെക്കരുത്. കുഞ്ഞുമോൾ അടങ്ങി നിൽക്ക്. കുഞ്ഞുമോളോ? ആന്റി വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞുമോളെന്നാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. എന്റെ കുഞ്ഞാങ്ങളെ ദാസ്
അവൻ വെറും ഒരു പാവമാ. ആരെയും ദ്രോഹിക്കാത്ത മനസ്സാ അവൻ്റെത്. എന്റെ ഓർമ്മയിൽ അവൻ ആരുമായി വഴക്കുണ്ടാക്കുന്നതായോ ദേഷ്യപ്പെടുന്നതായോ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് അച്ഛൻ കളിയാക്കി പറയുമായിരുന്നു, ഇവനൊരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ വല്ല പള്ളിയിലച്ഛനുമാക്കി വിടാമായിരുന്നു എന്ന്. ഇവിടെ ജോലിക്ക് വന്ന ശേഷം അവൻ നാഴിക്ക് 40 വട്ടം പറയുമായിരുന്നു, അഖിലാമ്മാടും അവന്റെ ദൈവമാണെന്നും തൃച്ചംബരം അവന്റെ ക്ഷേത്രമാണെന്നും. ഞങ്ങളുടെ അമ്മ ഒരു സാധു സ്ത്രീയായിരുന്നു. ദാസിന് അമ്മയുടെ തനി സ്വഭാവമാ കിട്ടിയത്. ശത്രുവിനെ വരെ സ്നേഹിക്കും. പക്ഷേ ഞങ്ങളുടെ അച്ഛൻ അങ്ങനെയല്ല. അവിടുത്തെ മാടമ്പിയായ ചട്ടമ്പിയായിരുന്നു. തൊട്ട കൈക്ക് അടി കൊടുക്കും. കേസും വഴുക്കൊഴിഞ്ഞിട്ട് നേരെയില്ലായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വക്കീലന്മാർക്ക് കൊടുത്തു. അങ്ങനെയാ ഞങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വന്നത്. കഷ്ടകാലത്ത് എനിക്ക് കിട്ടിയത് അച്ഛന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് വലിപ്പ ചെറുപ്പമൊന്നും നോക്കാറില്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ പോകും. ദേ തള്ളേ, ഇത് നാൽക്കവലയോ മീൻചന്തയോ ഒന്നുമല്ല ചട്ടമ്പിത്തരം പറയാൻ. നാടും നാട്ടുകാരും ബഹുമാനിക്കുന്ന തൃച്ചംബരം തറവാടാ. കുഞ്ഞുമോക്ക് കവലയും ചന്തയൊക്കെ നല്ല പരിചയമാണല്ലോ. ഒരിക്കൽ ഞാൻ പറഞ്ഞു ഇടയിൽ കയറരുതെന്ന്. ഇനി പറയുകയല്ല ചെയ്യുന്നത്. കുഞ്ഞുമോക്ക് മനസ്സിലായോ? ദേ പിന്നെയും കുഞ്ഞോള്. ഞാൻ സംസാരിക്കാൻ വന്നത് അഖിലാമ്മയടത്തിനോടാണ്. അതെന്തായാലും സംസാരിച്ചിട്ടേ പോകും. അതെ, ചേച്ചിക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലോ? വിലാസിനി, ഓ, ഞങ്ങളുടെ മോളില്ലേ കല്യാണി, അവള് നല്ല ഒന്നാമത്തെ ചെമ്പരത്തിപ്പൂ പോലെയുള്ള ഒരു പെണ്ണാണ്. നിങ്ങളുടെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കാനുള്ളതല്ല അവളെ. അവൾ ഒരിക്കലും ഇവിടുത്തെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. തൃച്ചംബരത്തെ മഹാറാണിയാകാൻ മോഹിച്ചിട്ടുമില്ല. ഇവിടത്തെ കുഞ്ഞിൽ നിന്നും അകന്നു പോകാനും നിങ്ങൾക്കൊരു സങ്കടം വരുത്താതിരിക്കാനും ജീവിതം വരെ അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ കുഞ്ഞാണവൾ. നിങ്ങളുടെ മകൻ അവളുടെ പിന്നാലെ വന്നതാ. വീട്ടിൽ കയറി വരുന്നവരെ അപമാനിച്ചു വിടുന്ന ശീലം തൃച്ചംബരത്തുകാർക്കില്ല. അതുകൊണ്ട് ഈ സംസാരം നമുക്കിവിടെ നിർത്താം. ഞാൻ പറഞ്ഞതല്ലേ മാഡം, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന്. ഈ കളിവിധ രണ്ടും കളിപ്പിച്ച ഞാൻ പറഞ്ഞത് ശരിയില്ലേ കുഞ്ഞോളാന്റി? അവനെ നിങ്ങളുടെ മകൻ ആനന്ദകൃഷ്ണൻ, അവൻ മിടുക്കനാ. അവനറിയാം എന്റെ കുഞ്ഞിനെ പോലെ നല്ല മനസ്സുള്ളൊരു കുഞ്ഞിനെ 14 ലോകത്ത് തിരഞ്ഞാലും കിട്ടില്ല. തങ്കമാണവൾ, പത്തരമായിട്ട് തങ്കം. തൃച്ചംബരത്തെ ജോലിക്ക് നിന്നതിന്റെ പേരിൽ മാനവും ജീവിതവും നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കുഞ്ഞിനാണ്. ദേ, ഇപ്പോൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ മാഡത്തിന്റെ മകൻ ഒരു ചളിങ്ങിയ തകരപാത്രം പോലെ അവളെ എറിഞ്ഞു കളഞ്ഞിട്ട് നാട് വിട്ടിരിക്കുന്നു. ഇതൊന്നും ദാസ് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത്.